നിനക്ക് ഇങ്ങനെയാടാ അവനെ ഇങ്ങനെ സംശയിക്കാൻ തോന്നുന്നത്? ഇങ്ങോട്ട് വരാൻ നേരത്തെ എന്റെ പൊന്നാളിയാ കയ്യിൽ നിന്ന് നീ എന്തിനാ അവന് ഇത്ര സ്പേസ് കൊടുക്കുന്നത്? അവന് നിന്നോടുള്ള ബിഹേവിയർ ശരിയല്ല. അവൻ എന്തിനാ ഇത്ര ടോക്സിക് ആവുന്നേ? നിന്നെക്കാട്ടി മുന്നേ എനിക്ക് നന്നായിട്ട് അവനെ അറിയാം. അവന്റെ സംസാരം കേട്ടല്ലോ അറിയത്തില്ല അവന്റെ ക്യാരക്ടർ. ചരക്ക് തന്നെയല്ലടാ അവള്. എന്നാലും നിന്റെ എങ്ങനെയാണോ മിസ്സായത്? അല്ലെ എനിക്ക് സെറ്റ് ആയതാണ്. അപ്പോഴാണ് അവൻ ഓവർടേക്ക് ചെയ്തത്. കുഴപ്പമില്ല, ടൈം ഉണ്ട്. അവനെന്താ നിന്റെ കൂടെ? അതവന്റെ വണ്ടി കംപ്ലൈന്റ് ആയി, വീട് വരാക്കാൻ പറഞ്ഞു. നിനക്കിത് അവന് മനസ്സിലായില്ലേ? നീ മാത്രമല്ലോ അവൻ വീട്ടിൽ കൊണ്ടാക്കുക. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പോണം. നീ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മാറി. ഞാൻ മാറിയതിന്റെ അല്ല, നിന്റെ സംശയവും കൂടിയതിന്റെയാണ്. അല്ല, നിനക്ക് ഇങ്ങനെയാടാ അവനെ ഇങ്ങനെ സംശയിക്കാൻ തോന്നുന്നത്? ഇങ്ങോട്ട് വരാൻ നേരത്തെ എന്റെ പൊന്നാളിയാ കയ്യിൽ നിന്ന്. അവള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവനെ ടോക്സിക് ആക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഞാനും കുറച്ച് മൂപ്പിച്ച് കൊടുത്തു. മൂപ്പിച്ച് അവളവനെ കളയോടെ. ഇപ്പൊ ഞാൻ നിന്നെ അടിച്ച് നീ എല്ലാവരും എന്നെ ടോക്സിക് ആക്കും. അളിയ ഇടയൊക്കെ ഒരു ഗ്യാപ്പ് ഇടിഞ്ഞ് ബൈ. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല, അവൾക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. നിന്റെ ടോക്സിക് മൈൻഡ് അവൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. നാളെ ഇല്ലടാ നിനക്ക്. നിനക്ക് നാണമില്ലടാ. പിന്നെ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. നിനക്കൊക്കെ ബെസ്റ്റ് കളിക്കാൻ ക്യാപ്പായിരുന്നു. ഇവളുമാരെ പോലുള്ളവരാ ലൈഫിൽ നിന്ന് അത് ഒഴിവാക്കാൻ. എന്തോ ഒരു സമാധാനം കേട്ടോ. അരുൺ, നിനക്കിത് ഭ്രാന്തായോ? ജിനു, നീ വാ. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഈ അവസ്ഥ നിനക്ക് വരും, അന്ന് നീ മനസ്സിലാക്കും. ചേട്ടാ, അമ്മയ്ക്ക് വയ്യ, ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാണേ. പിന്നെന്താ മോളെ, പോയിട്ട് വാ. എന്തിനോണ്ട് വിളിച്ചാൽ കേട്ടോ. ശരി എന്നാ. നീ ഇപ്പോഴും അവനെ ഓർത്തിരിക്കണ? വിട്ട് പിടിയടി ആ ടോക്സിക് മൈൻഡിനെയൊക്കെ. നമുക്ക് ഇവിടുന്ന് പോയാലോ? എന്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല. ശരി എന്നല്ലേ? എന്നാ കുറച്ചും കൂടെ പ്രൈവസി ഉള്ള സ്ഥലത്ത് പോയാലോ? നമ്മുടെ ഇടയിൽ എന്തിനാ പ്രൈവസി? ഒന്നും അറിയാത്തല്ലേ, വാ നമുക്ക് പോവാം. നീ കൈമാറ്റ്, എനിക്കെന്ത് ബാഡ് ആവും. അന്ന് ഞാൻ കൈവച്ചപ്പോൾ നിനക്ക് നല്ല സുഖം വരുന്നല്ല. ഇപ്പൊ എന്ത് നിനക്ക് ആ സുഖം കിട്ടാൻ പോയി? നീ എന്താ ജിനു ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് അവനെ ടോക്സിക് ആക്കി എന്റെ കൂടെ വന്ന നിന്നോട് ഞാൻ പിന്നെ എങ്ങനെ ബിഹേവ് ചെയ്യണം? നിന്റെ ഉദ്ദേശമൊന്നും എന്റെ അടുത്ത് നടക്കൂല. ഇറ്റടിയാടാ, നീ എവിടെ പോണു? ഇത്രയും കാണിച്ചിട്ട് നിനക്ക് ഇനി അവന്റെ അടുത്തും പോകാൻ പറ്റില്ല, എന്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല. വീട് ജിനു, ഞാൻ നിന്നെ അങ്ങനെയൊന്നും അല്ല കണ്ടത്. ഞാൻ നിന്നെ അങ്ങനെയാണ് കണ്ടത്. നിന്നെ പോലുള്ള കുറെ കപ്പിൾസിന്റെ ഇടയിൽ കയറി പിരിച്ചിട്ടുണ്ട്, മറ്റു പലയും യൂസ് ചെയ്തിട്ടുണ്ട്. എന്നെ അതിന് കിട്ടൂലടാ, മാറി. ഈ അടിക്കൊരു റേഞ്ച് ഇല്ലല്ലോടി മോളെ. ബർത്ത്ഡേക്ക് പെപ്പർ സ്പ്രേ ഒക്കെ. ഞാൻ ഇല്ലാത്തൊരു സമയത്ത് എനിക്കിത് ആവശ്യമില്ല. എന്റെ ഈ അവസ്ഥ നിനക്ക് വരും, അന്ന് നീ മനസ്സിലാക്കും. നീ കള്ളത്തരൊക്കെ പറയാൻ പഠിച്ചില്ലേ? അത് പിന്നെ അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. എന്റെ കൂട്ടുകാരനെ വേണ്ടി പറയല്ല, ഒരു മണ്ടന. ഇവിടെ പ്രൈവസി ഇല്ലല്ലേ?